ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, പരീക്ഷയ്ക്ക് ഇങ്ങ് അടുത്തില്ലേ? പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ? അപ്പം നമുക്ക് പരീക്ഷയിലേക്ക് കിടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് പരീക്ഷ എങ്ങനെയാണെന്ന് നോക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുക. ഇവിടെ നോക്കിയാലറിയാം, രണ്ടാം പാദവാർഷിക മൂല്യനിർണ്ണയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സ്റ്റാൻഡേർഡ് 2. പിന്നെ ഒരു ദിവസം കൂട്ടുകാർക്ക് ടൈമുണ്ട്. ഇതിനിടയിൽ കറക്റ്റായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാൻ ഇവിടെ സ്ഥലം ഇട്ടിട്ടുണ്ട്. അവിടെയും കൂട്ടുകാർ കറക്റ്റായിട്ട് എഴുതുക. ഇനി ഫസ്റ്റ് പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, കുഞ്ഞനുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞനുറുമ്പിന് മോഹം. പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. ഒന്ന് തൊട്ടാലോ? കുഞ്ഞനുറുമ്പ് പതിയെ മുന്നോട്ട് നീങ്ങി. തൊട്ടില്ല. അവൾ കാൽ തെറ്റി പുഴയിൽ വീണു. കുഞ്ഞനുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞനുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറിപ്പറ്റി. ഇല കുഞ്ഞനുറുമ്പിനെയും കൊണ്ട് മുന്നോട്ടു നീങ്ങി. അവൾ 4 പാട് നോക്കി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞനുറുമ്പ് കാഴ്ചകൾ ആസ്വദിച്ചു. കൂട്ടുകാരെ, അപ്പം നമ്മളിവിടെ ഒരു കുഞ്ഞനുറുമ്പിൻ്റെ കഥയാണ് കേട്ടതല്ലേ? ഇനി കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തെ ആസ്പദമാക്കി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. വായിച്ചതിൽ തന്നെ ആ ഉത്തരങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ വായിച്ച കഥയിൽ തന്നെ ഉത്തരങ്ങളുമുണ്ട്. അത് തെറ്റാതെ കൂട്ടുകാരെ നോക്കി എഴുതിയാൽ മതി കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, കുഞ്ഞനുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു? അതെ, കാട്ടിലെ കാഴ്ചകൾ കാണണമെന്നായിരുന്നു കുഞ്ഞനുറുമ്പിൻ്റെ മോഹം. രണ്ടാമത്തെ ചോദ്യം, ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോൾ? ഉത്തരം, ഇളം കാറ്റ് വീശിയപ്പോഴാണ് ഇലത്തുമ്പുകൾ ഇളകിയാടിയത്. മൂന്നാമത്തെ ചോദ്യം, പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? ഉത്തരം, പുൽക്കൊടിയിൽ മഞ്ഞുതുള്ളിയാണ് തിളങ്ങുന്നത്. നാലാമത്തെ ചോദ്യം, പുഴയിൽ വീണ കുഞ്ഞനുറുമ്പ് രക്ഷപ്പെട്ടത് എങ്ങനെ? ഉത്തരം, ഒഴുകി വന്ന ഇലയിൽ കയറിയാണ് കുഞ്ഞനുറുമ്പ് രക്ഷപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ഉത്തരം, മലനിരകൾ. കൂട്ടുകാർ കണ്ടോ, കുഞ്ഞനുറുമ്പ് വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പ്രവർത്തനം 2, കുഞ്ഞനുറുമ്പ് കണ്ട കാഴ്ചകൾ. കുഞ്ഞനുറുമ്പ് പുഴയിലൂടെ യാത്ര തുടർന്നു. കുഞ്ഞനുറുമ്പ് കണ്ട കാഴ്ചകൾ ചേർത്ത് വിവരണം തയ്യാറാക്കൂ. ചുരുങ്ങിയത് 5 വാക്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തണം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? കുഞ്ഞനുറുമ്പ് കണ്ട കാഴ്ചകൾ മനോഹരമാണല്ലേ? അതെ, എന്തൊക്കെയാണ് കണ്ടത്? ഒത്തിരി മീനുകൾ, പിന്നെയോ താറാവ്, പിന്നെ താമര, ഉയർന്നു പൊങ്ങുന്ന സൂര്യൻ, പിന്നെയോ പശുക്കിടാവ്, പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഇങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് നമ്മുടെ കുഞ്ഞനുറുമ്പ് പുഴയിലൂടെയുള്ള യാത്രയിൽ കണ്ടത്. എഴുതാം. അരുവിയിൽ നീന്തി കളിക്കുന്ന മീനുകളെ കുഞ്ഞനുറുമ്പ് കണ്ടു. വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ, അരുവിയിൽ കളിച്ചു രസിക്കുന്ന താറാവും കുഞ്ഞുങ്ങളും, പാറയുടെ മുകളിലിരുന്ന് കരയുന്ന തവള, പശുക്കൾ മേയുന്നത് കണ്ടു, കുഞ്ഞു കുഞ്ഞു വീടുകൾ കണ്ടു, തെങ്ങുകൾ കണ്ടു, ഉയർന്നു പൊങ്ങുന്ന സൂര്യനെ കണ്ടു. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ കുഞ്ഞനുറുമ്പ് കണ്ടു. പ്രവർത്തനം 3, എത്ര വിത്തുകൾ?
പച്ചക്കറി തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന വിത്തുകളാണ് ചിത്രത്തിൽ. എണ്ണി എഴുതാമോ? നോക്കൂ കൂട്ടുകാരെ, 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്നു. 100ൻ്റെ പാക്കറ്റും 10ൻ്റെ പാക്കറ്റും 1ൻ്റെ പാക്കറ്റുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സുകൾക്കും എത്ര പാക്കറ്റ് വീതമാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. 1ാം ക്ലാസ്സിൽ 100ൻ്റെ എത്ര പാക്കറ്റാണ് ലഭിച്ചത്? അതെ, 3 പാക്കറ്റാണ്. 10ൻ്റെ 1 പാക്കറ്റും 1ൻ്റെ 3 പാക്കറ്റും ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ആകെ എത്ര വിത്തുകളാണ് ലഭിച്ചത്? കൂട്ടി എഴുതിക്കോളൂ. 300 + 10 + 3 സമം 313. അപ്പോൾ 313 വിത്തുകളാണ് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയത്. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 100ൻ്റെ പാക്കറ്റ് 1ഉം 10ൻ്റെ പാക്കറ്റ് 5ഉം 1ൻ്റെ പാക്കറ്റ് 1ഉമാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ അവർക്കാകെ എത്ര വിത്തുകൾ ലഭിച്ചു? കൂട്ടി എഴുതിക്കോളൂ. 100 + 50 + 1 സമം 151 വിത്തുകളാണ് അവർക്ക് ലഭിച്ചത്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് 3 100ൻ്റെ പാക്കറ്റും 4 10ൻ്റെ പാക്കറ്റും 2 1ൻ്റെ പാക്കറ്റുമാണ് ലഭിച്ചത്. ആകെ എത്രയാണ് അവർക്ക് ലഭിച്ചത്? 300 + 40 + 2 342 വിത്തുകളാണ് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലഭിച്ചത്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് 100ൻ്റെ 2 പാക്കറ്റും 10ൻ്റെ 3 പാക്കറ്റും 1ൻ്റെ 4 പാക്കറ്റും ലഭിച്ചു. അങ്ങനെയെങ്കിൽ 4ാം ക്ലാസ്സുകാർക്ക് ആകെ എത്ര വിത്തുകൾ ലഭിച്ചു? കൂട്ടി എഴുതൂ. 200 + 30 + 4 234 വിത്തുകളാണ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കിട്ടിയത്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് 100ൻ്റെ 1 പാക്കറ്റും 10ൻ്റെ 2 പാക്കറ്റും 1ൻ്റെ 3 പാക്കറ്റും ലഭിച്ചു. അങ്ങനെയെങ്കിൽ ആകെ എത്ര വിത്തുകളാണ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ലഭിച്ചത്? കൂട്ടി എഴുതിക്കോളൂ. 100 + 20 + 3 സമം 123 വിത്തുകളാണ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കിട്ടിയത്. ആകെ വിത്തുകളുടെ എണ്ണം നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാലോ? എഴുതിക്കോളൂ. 123, 151, 234, 313, 342. പ്രവർത്തനം 4. ചെടികൾ പലവിധം. കിഴങ്ങ് നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല, ഗുണവും രുചിയും എനിക്കുണ്ട്, ഞാനാരെന്ന് ചൊല്ലാമോ? ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? അതെ, ചേനയാണല്ലേ. അടുത്ത് നോക്കിയേ. ഇലയില നീളനില, ഊണ് വിളമ്പാം, അടയുണ്ടാക്കാം, മഴയും ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? ആരാണ് കൂട്ടുകാരേത്? അതെ, വാഴയിലയാണല്ലേ. അടുത്ത് നോക്കിയേ. വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കോളൂ. പയർ, വെണ്ട, ചീര. പ്രവർത്തനം 5. കലണ്ടർ കണക്ക്. 2024 ജനുവരി മാസത്തിലെ കലണ്ടറാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കാമോ? പൂരിപ്പിക്കാം. 1ഉം 2ഉം തന്നിട്ടുണ്ട്. അടുത്ത സംഖ്യയില്ലല്ലോ, എഴുതിക്കോളൂ. 3. അടുത്ത് 4, 5, 6, 7, 8. അടുത്ത സംഖ്യയോ? 9. എഴുതിക്കോളൂ. അടുത്ത് 10, 11, 12, 13, 14, 15, 16, 17. അടുത്ത സംഖ്യ ഇല്ലല്ലോ കൂട്ടുകാരെ. എഴുതിക്കോളൂ. 18, 19, 20, 21, 22. അടുത്ത സംഖ്യയോ? അതെ, 23, 24, 25, 26, 27, 28, 29. അടുത്ത സംഖ്യയും തന്നിട്ടില്ലല്ലോ. അതെ, 30, 31. അപ്പോൾ 1 മുതൽ 31 വരെയുള്ള സംഖ്യകളാണ് നമ്മൾ ഇതിനുള്ളിൽ എഴുതിയത്. വിട്ടുപോയ കളങ്ങൾ അല്ലെങ്കിൽ വിട്ടുപോയ സംഖ്യകൾ പൂരിപ്പിക്കാൻ ചോദിച്ചാൽ കൂട്ടുകാർ തെറ്റാതെ എഴുതണം കേട്ടോ. അതുകൊണ്ട് എണ്ണാനും എഴുതാനും നന്നായി പഠിച്ചു വെച്ചേക്കാം. 2024 ജനുവരി മാസത്തിലെ എല്ലാ ശനിയാഴ്ചയിലെയും തീയതികൾ എഴുതുക. എഴുതാം.
6, 13, 20, 27. ഇതൊരു പാറ്റേൺ രീതിയിലാണ് പോകുന്നത് അല്ലേ കൂട്ടുകാരെ? ഇനി കലണ്ടറിൽ കാണുന്ന മറ്റു പാറ്റേണുകൾ എഴുതാമോ? എഴുതിക്കോളൂ. 7, 14, 21, 28. 3, 10, 17, 24, 31. 2, 4, 6, 8, 12. ഇതുപോലെ മറ്റനേകം പാറ്റേണുകൾ നമ്മുടെ കലണ്ടറിലുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഒന്നാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം.